വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2024 LDC LGS മെയിൻസ് എക്സാമിനേഷന് അല്ലെങ്കിൽ ആ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് 150 ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. 150 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുവാണ്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 150 ടോപ്പിക്സിന്റെയും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെയും ഈവനിങ് ക്ലാസിന്റെയും എല്ലാം പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് പഠനം ആരംഭിച്ചു കൊള്ളുക കേട്ടോ. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളിലേക്ക് വരുവാണ്. 150 ടോപ്പിക്സിൽ ഇപ്പം നിങ്ങൾ ഏതാണ്ട് 10ഓളം ടോപ്പിക്സ് കവർ ചെയ്തു. 150 ടോപ്പിക്സ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ്. നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് പഠിച്ചു പോയാൽ മതിയല്ലോ, ഇത് കവർ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർച്ച് 1 മുതൽ നമ്മുടെ ക്ലാസ്സുകളുടെ എണ്ണം കൂടും, വീഡിയോ ക്ലാസ്സുകളുടെ എണ്ണം കൂടുന്നതായിരിക്കും. എന്നാൽ മാത്രമേ എനിക്കത് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മാർച്ച് 1 തൊട്ട് ഇപ്പോൾ ഡെയിലി 3 എന്നുള്ള വീഡിയോയുടെ എണ്ണം കൂടി വരും. എത്രയൊക്കെയാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു തരാം, സമയവും ആ സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ 150 ടോപ്പിക്സിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റെലവൻറ്റ് ടോപ്പിക്സ് രാജാറാം മോഹൻ റോയ്. നിങ്ങൾ ഓർക്കും എന്താ ഈ രാജാറാം മോഹൻ റോയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ രാജാറാം മോഹൻ റോയുടെ ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഇവിടെ തരുന്ന ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ സെന്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാജാറാം മോഹൻ റോയ് 2 രീതിയിൽ ചോദിക്കും. നമ്മളോട് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും ചോദിക്കും, പ്രസ്താവനയായിട്ടും ചോദിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ പ്രസ്താവനയ്ക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒബ്ജക്റ്റീവ് അല്ലാതെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ പ്രസ്താവനയ്ക്ക് ഇത് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവ ശ്രദ്ധിച്ച് കേട്ടോളൂ. രാജാറാം മോഹൻ റോയ് നമുക്കറിയാം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആദ്യത്തെ ആളായിരുന്നു രാജാറാം മോഹൻ റോയ്. ഞാൻ പറയുന്നത് ഓരോന്നും SCRT ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് അതേപടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞത്. PSC രാജാറാം മോഹൻ റോയ്ക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് അതുപോലെയാണ് ചോദിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആദ്യത്തെ ആളായിരുന്നു രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം, ജാതി വ്യവസ്ഥ എന്നിങ്ങനെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടുകയുണ്ടായി. ഇത് ഇതേപടി PSC ചോദിച്ചിട്ടുണ്ട്. സതി, ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പോരാടിയ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മുടെ പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ പശ്ചിമ ബംഗാളിലെ സവർണർക്കിടയിലും രാജസ്ഥാനിലെ രജപുത്രർക്കിടയിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു അനാചാരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായിരുന്നു സതി. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ എന്ത് ചെയ്യും? സെയിം ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അതായിരുന്നു സതി. അപ്പൊ സതി നിർത്തലാക്കാനായിട്ട് മുൻകൈയെടുത്ത രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കുന്നത് 1829 ഇമ്പോർട്ടന്റ് ആണ്, പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. സതി നിർത്തലാക്കിയ വർഷം 1829. അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭു, വില്യം ബെന്റിക് പ്രഭു ആണ് എന്ത് ചെയ്യുന്ന സതി നിർത്തലാക്കുന്നത്. ഓർക്കുക, അപ്പം സതി എന്ന് പറയുന്ന അനാചാരത്തിനെതിരെ പോരാടിയതാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. പക്ഷെ സതി നിർത്തലാക്കിയ വർഷവും സതി നിർത്തലാക്കിയത് ആരാന്നൊക്കെ ചോദിച്ചു തരും. അപ്പൊ സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ്. 1829 എന്ത് സതി എന്ന് പറയുന്ന ദുരാചാരം ഇന്ത്യയിൽ നിർത്തലാക്കുന്നത്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊരു ആശയം അദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായി. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ഏത്? ബ്രഹ്മസമാജം. പലതവണ PSC ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് അല്ലെ. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 1828 രൂപം കൊടുത്ത സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഞാൻ SCRT-യിലുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ബ്രഹ്മസഭയുണ്ട് ഇതിന് മുന്നോടിയായിട്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം SCRT-ന്ന് അതേപടി എടുത്തിട്ടാണ് എക്സാമിനേഷൻ ചോദിച്ചു കണ്ടത്. അതുകൊണ്ടാണ്
അതിവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും മറ്റേ കാര്യം എന്താ പറയാത്തതെന്ന്. SCERT ചോദിച്ച അതേ പാറ്റേൺ ഇനിയും ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് SCERT എന്ന് മാത്രം പറയുന്നത്. അപ്പം ബ്രഹ്മസമാജം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം വരുന്നത് 1828 ഓർത്തു വെച്ചേക്കുക. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ നമുക്കറിയാം ആ സമയത്ത് ഇപ്പോഴും ജാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലൊക്കെ വിദ്വേഷവും പ്രശ്നങ്ങളും കൂടുതലായിരുന്നു അല്ലെ. അപ്പൊ ജാതി സമ്പ്രദായമാണ്, അന്ന് നിലനിന്നിരുന്ന ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് അദ്ദേഹം വിശ്വസിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നമുക്കറിയാം അന്ന് സമൂഹത്തിൽ വലിയ പദവിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള പദവി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സ്വത്തിനുമേൽ അവകാശം അവർക്കും ഉണ്ട്, അല്ലെങ്കിൽ അവർക്കും സ്വത്തിനുമേൽ അവകാശമുണ്ട് എന്നുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചു. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശമില്ല, പുരുഷന്മാർക്കായിരിക്കും അവകാശം. ദാറ്റ് മീൻസ് ഒരു കുടുംബത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് അവകാശമില്ല, ആൺകുട്ടിക്കാണ് അവകാശം എന്നുള്ളതായിരുന്നു മോസ്റ്റ് ഓഫ് ദി കാസ്റ്റും ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം അല്ലെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും സ്വത്തിനുമേൽ അവകാശം നൽകണം എന്ന് വാദിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. നമുക്കറിയാം, ഇത് ഞാൻ പത്രങ്ങളും സ്ഥാപകരും പഠിപ്പിച്ചില്ലേ, അതിനകത്ത് ഇതില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതിനോടൊപ്പം ചേർത്ത് വെച്ച് ഇതും കൂടി പഠിച്ചോളാം കേട്ടോ. ഇദ്ദേഹം ബംഗാളി ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ പത്രമായിരുന്നു സമ്പാദ് കൗമുദി. PSC ചോദിച്ചിട്ടുണ്ട് സമ്പാദ് കൗമുദി ആരുടെ പത്രമാണ്. അപ്പം നമ്മുടെ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ഇറക്കിയ പത്രമാണ് സമ്പാദ് കൗമുദി. അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ പത്രമായിരുന്നു മിറാത്ത് ഉൽ അക്ബർ. ഓക്കെ, ഈ രണ്ട് പത്രങ്ങളും ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. സമ്പാദ് കൗമുദി ആൻഡ് മിറാത്ത് ഉൽ അക്ബർ. അപ്പൊ ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ പത്രങ്ങൾക്ക് തുടക്കമിട്ട വ്യക്തി കൂടിയായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. ദേശീയത വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ബംഗാളി ഭാഷയിൽ അദ്ദേഹം സമ്പാദ് കൗമുദി എന്നും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്ന പത്രങ്ങളും കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന് ഈ രണ്ട് പത്രങ്ങളും, സമ്പാദ് കൗമുദി അതുപോലെ തന്നെ മിറാത്ത ഉൽ അക്ബർ എന്നീ രണ്ട് പത്രങ്ങളും ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്, ഇനിയും PSC എക്സാമിനേഷന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും മുന്നിൽ ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, ഞാൻ എഴുതിയിടാം, അതും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SCERT ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ SCERT മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാൻ കാണും, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. SCERT മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം SCERT ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് എടുത്തതും അതിനെക്കുറിച്ച് പറയുന്നതും. അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ രീതിയിൽ എഴുതിയിടാം, അതൊന്ന് മനസ്സിലാക്കി പഠിച്ചോളാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്യാപ്സൂൾ കണക്ക് തരുവാണ്. ഇത് നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം, കാരണം നിങ്ങൾക്ക് പ്രസ്താവന ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അതിനാണ് രാജാറാം മോഹൻ റോയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആദ്യത്തെയാൾ. സതി, ശൈശവ വിവാഹം, ജാതി വ്യവസ്ഥ എന്നീ ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. സമ്പാദ് കൗമുദി ഓർത്തു വയ്ക്കുക, ബംഗാളി ഭാഷയാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. ഇത് രണ്ടും രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിനകത്ത് നമ്മുടെ 150 ടോപ്പിക്സിനുള്ളിൽ തന്നെ പത്രങ്ങളും സ്ഥാപകരും ഉൾപ്പെടുത്തിയിരുന്നു. ആ പത്രങ്ങളും സ്ഥാപകരും എന്നുള്ളിടത്ത് ഇതില്ലായിരുന്നു, ഇത് കൂട്ടിച്ചേർത്ത് പഠിക്കണം കേട്ടോ. ദെൻ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ടാണ്. PSC വേണമെങ്കിൽ ഈ കോട്ട് ഇതേപടി എടുത്തിട്ട് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം, അവിടെ പഠിച്ചു വെച്ചേക്കണം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയുടെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമാണത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ SCERT കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പുറത്തുനിന്നുള്ള ഫാക്റ്റ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും SCERT ബേസ് ചെയ്താണ് ഇദ്ദേഹത്തെ ചോദിച്ചു കണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ പഠിക്കുക. ഇനിയും ചോദിച്ചാൽ നിങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് കളയരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്